ബിഗ് ബോസ് സീസൺ 6 ദ വേർസ്റ്റ് സീസൺ ഓഫ് ബിഗ് ബോസ് മലയാളം എവർ എന്ന് ഞാൻ പറയും. അത്രയും അരോചകമായ ഡെയിലി എപ്പിസോഡ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ വളരെ ശോകമാണ് കണ്ടിരിക്കാൻ. ലൈവൊന്നും പറയണ്ട, അത്രയും ദുരന്തമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇത്രയും ഒരു മോശം കച്ചറ ബോറടിപ്പിക്കുന്ന വെറുപ്പിക്കുന്ന സീസൺ ഇതിനു മുന്നേ മലയാളം ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കിങ്ങനെയാണ് ഫീൽ ചെയ്യണത്. ഓൾറെഡി ഈ ഗബ്രീനെയും ജാസ്മിനെയും കണ്ടിരിക്കാൻ പറ്റണില്ല. അവരുടെ വെറുപ്പിക്കലോട്ട് തീരണമില്ല. ഇവരെ പുറത്തുവാക്കാനുള്ള ഇത് സഹിച്ചിരിക്കാൻ തന്നെ പാടാണ്. അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, എൻ്റെ വീട്ടുകാരുടെ അഭിപ്രായമാണ്. അവർക്ക് ലിറ്ററലി എൻ്റെ അമ്മ ഇപ്പം ജാസ്മിൻ ഗബ്രിയുടെ കോംബോ വരുമ്പോൾ തന്നെ അമ്മ ചാനൽ മാറ്റും. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ മാറ്റും. അത്രയും അത്രയും വെറുപ്പിച്ചെന്ന് പറയാതിരിക്കാൻ വയ്യ. കണ്ടുകൊണ്ടിരിക്കണ എന്നെയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇവരെ കണ്ടു കഴിയുമ്പോൾ. കാരണം ഒരു രീതിയിൽ കാണാൻ താല്പര്യമില്ല. ഇത് തന്നെ വെറുപ്പിക്കലറ്റ് പീക്ക്. വേറെ ആരോട്ട് അങ്ങനെ മര്യാദക്ക് കാണണമില്ല. ഫുൾ ടൈം ഇതുങ്ങളെ കണ്ട് നമുക്ക് വേർത്തി. ഇവരുടെ ചേഷ്ടകളാണ് അതിൻ്റെ അപ്പറാണ്. ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ക്രിഞ്ച് മാക്സ് പ്രോ അൾട്ര കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. അത്രേ ശോകം. ഇതുങ്ങൾ എങ്ങനെയാണ് ഔട്ടാവാതെ അതിനകത്ത് നിൽക്കണേ എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഇത് രണ്ടെണ്ണങ്ങളും പണ്ടേ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് പോയിരിക്കും എന്നാണ് എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ്. കാരണം വോട്ടിംഗ് സിസ്റ്റമിലൂടെയാണ് ആൾക്കാരെ അതിനകത്ത് പുറത്താക്കണമെന്നൊന്നും എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട്. എനിക്ക് ഈ ഷോ കട്ട സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇന്ന ആൾക്കാരൊക്കെ എങ്ങനെ അതിനകത്ത് ഓരോ എപ്പിസോഡ് വീതം അങ്ങോട്ട് പോണേ. ഒരാഴ്ച കഴിയുമ്പോൾ എന്തായാലും ഔട്ടായി പോകുമെന്ന് വിചാരിക്കണവനൊന്നും ഔട്ടായി പോകണമില്ല. ഇവർക്ക് ആരാ വോട്ട് ചെയ്യണേ എനിക്കറിയാൻ പാടില്ല. ആരെ വോട്ട് ചെയ്തെന്ന് അറിയാം. കാരണം സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഓരോ പോസ്റ്റ്, ഓരോ ഇമേജസ്, ഓരോ വീഡിയോയുടെ അടിയിൽ ഇതുങ്ങളെ രണ്ടുപേരും ഒന്ന് പുറത്താക്കിക്കൂടെ എന്നുള്ള കമൻറ്റും അഭിപ്രായങ്ങളും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും ആൾക്കാർക്ക് മടുത്തിരിക്കുകയാണ്. പ്രേക്ഷകരുടെ ഇതൊന്നും പറഞ്ഞുകൊണ്ട് വെറുതെ ഷോയിൽ വന്ന് ലാലേട്ടനെ കൊണ്ട് സ്ക്രിപ്റ്റ് വായിപ്പിക്കുന്നതല്ലാതെ ലാലേട്ടൻ ഈ പരിപാടി കാണാറുണ്ട്. എനിക്ക് ഡൗട്ടാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ഡൗട്ടായി. ഒരു രീതിയിലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണല്ല. ഇത് കണ്ടെങ്കിൽ പുള്ളി പോലും ചിലപ്പോൾ പറഞ്ഞു പോകും. കാരണം ഇവരെ പിടിച്ച് പുറത്താക്കുന്നത്. കാരണം അത്രയും വെറുപ്പിക്കലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഞാൻ ചോദിച്ച എല്ലാവരും വെറുപ്പിക്കലാണെന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐ റിയലി ഡൗട്ട് ഇറ്റ്. സത്യം പറഞ്ഞാൽ ലാലേട്ടന് ഇതിൻ്റെ ഷോ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ ഈ പുള്ളിനെ വെറുതെ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്ത് പുള്ളിക്ക് വെറുതെ ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഭയങ്കര ഇത്രയും മോശമായിട്ടാണ് ലാലേട്ടനെ ഈ പ്രോഗ്രാം കാരണം ആൾക്കാർ കാണുന്നത്. കാരണം ഈ മനുഷ്യന് ഒരു ആവശ്യമില്ല. എന്ത് പൈസയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ല, എന്തിനാണ് സ്വയം വില കളയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പരിപാടി നിർത്തണമെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യണം. കാരണം ലാലേട്ടന് മൂട്ടാൻ ചീത്തപ്പേര്. ഇങ്ങർക്കിൻ്റെ വല്ല ആവശ്യം ഉണ്ടെന്ന് ഞാൻ ആലോചിച്ച് പോകുന്നുണ്ട് പലപ്പോഴും. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. മര്യാദക്ക് സിനിമ അല്ലെങ്കിൽ പരസ്യങ്ങൾ വേറെ ചെയ്ത് പോകേണ്ടതിന് വരെ ഈ ഷോ കാരണം നിങ്ങൾക്ക് എന്തോരം ഹേറ്റഡാണ്. ഈ ഷോ ഒരു സ്ട്രോങ് ലാലേട്ടൻ ഫാൻ, ഒരു ലാലേട്ടൻ്റെ മനുഷ്യൻ ഇഷ്ടമുള്ള ഒരാളെന്ന് നൽകിയാൽ പറഞ്ഞാൽ ഈ ഷോ ലാലേട്ടൻ നിർത്തി പോകണമെന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്ര ഈ മനുഷ്യന് എന്ത് പോസിറ്റിവിറ്റി ഈ ഷോ കൊണ്ടുണ്ട് ഉണ്ടായിരിക്കണം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് വന്നിട്ട് ലാലേട്ടന് നെഗറ്റീവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ത് പോസിറ്റീവാണ് ഉണ്ടായിരിക്കണത്? എല്ലാ ശനിയും ഞായറും ലാലേട്ടനെ കാണാൻ പറ്റും എന്നുള്ളത് മാത്രം. ഇങ്ങനെ കാണണൊക്കെ കാണാണ്ടിരിക്കുന്നതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വല്ലപ്പോഴും ആണ്ടിലൊരിക്കൽ നല്ലൊരു സിനിമയായിട്ട് വരുമ്പോഴേക്കും കാണുന്ന സന്തോഷം ഒന്നും കിട്ടാനുള്ള ഈ ശനി ഞായറും വന്നിട്ട് ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരെ ചീത്ത വിളിച്ച് തുടങ്ങുന്നതാണ്. ഓരോരുത്തർ പറയുന്ന കമൻസാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം സിബിൻ്റെ കേസൊക്കെ പറഞ്ഞാൽ അൾട്രാ പത്തറ്റിക്കാണ് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഒരു ജസ്റ്റർ കാണിച്ചതോ, ഞാൻ ആ ജസ്റ്ററിനെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ആ ഒരു ജസ്റ്റർ കാണിച്ചതോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ വലിയ വൃത്തികേട് അവിടെ കാണിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ വൃത്തികേട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനോട് സമമായിട്ടുള്ള ഒരുപാട് വൃത്തികേടുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ കണ്ടില്ല എന്ന് കാണിച്ചിട്ട് ഇതിലേക്ക് മാത്രം, അതും പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മേത്തേക്ക് മാത്രമാണ് അവർ കയറുന്നത്. പ്രേക്ഷകർ ഇഷ്ടപ്പെടാത്ത എന്തോരെണ്ണങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ 2 പേര്. നിങ്ങളുടെ പ്രേക്ഷകർ ഒരു വിലയില്ലേ? എനിക്ക് അറിയാൻ പാടാണ്ട് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ലെന്നേ.
അത്രയും ശോകമാണ്. ഞാനൊരു പ്രേക്ഷകനായിട്ട് ഞാൻ പറയുന്നത് ടെറിബിൾ, ദ വേസ്റ്റ് സീസൺ ഓഫ് മലയാളം ബിഗ് ബോസ് ഞാൻ വീണ്ടും ഞാൻ പറയും വേസ്റ്റ്. എനിക്ക് അത്ര പത്തറ്റിക് ആയിട്ട് തോന്നിയോണ്ടാണ് ഞാൻ പറയുന്നത്. അത്ര ശോകം. പിന്നെ സായി ഇനി എന്നാണ് ഗർജിച്ച് വരാൻ പോണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആവട്ടെ, വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സായിക്ക് ഇപ്പൊ എന്താ വല്ല കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടോ, ഒന്നും ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ഈ എന്ത് പറയുമ്പോഴും കോൺട്രാക്ടിന്റെ കേസ് കുറെ പേര് പറയുന്നുണ്ട്. എനിക്കറിയാം ഒരു കോൺട്രാക്ടിന്റെ ഒരു പ്രശ്നം എന്താണെന്നുള്ളത്. കാരണം ഇവിടെ ചിലയിടങ്ങളിൽ മറ്റേ ഫുഡ് ബ്ലോഗേഴ്സിന്റെ കേസ് എനിക്കറിയാം. കാരണം എന്ത് പറയാനും സൂപ്പർ എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്റ്റോറൻറ്റ്സിന്റെ ഇത് പൈസ മേടിച്ചിട്ടുണ്ടാവും പ്രൊമോട്ട് ചെയ്യാൻ. ചെല്ലുമ്പോഴേക്കും മറ്റേ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ മറ്റേ കോൺട്രാക്ട് എഴുതി ഒപ്പിടിപ്പിക്കും. അപ്പോൾ ഒന്നും പറയാൻ പറ്റൂല. നമ്മൾ ഈ പരിപാടി ഒന്നും ചെയ്യാത്തതുകൊണ്ട്, നമ്മളിപ്പോൾ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കോൺട്രാക്ട് ഒരു തേങ്ങയല്ല. നമുക്ക് അവിടെ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ തുറന്നു പറയാൻ പറ്റും. മറ്റുള്ളവർക്ക് അതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് അവർ എല്ലായിടത്തും സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം വേറെ ഒരു രക്ഷയില്ല, അവർക്ക് സൂപ്പർ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോൺട്രാക്ട് സാധനം പലയിടങ്ങളിലും എസ്പെഷ്യലി മീഡിയാസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചാനലിലൊക്കെ ചെല്ലുമ്പോഴേക്കും അവിടെ കോൺട്രാക്ട് ഉണ്ടാവും. അവിടെ ചിലത് പറയാൻ പാടില്ല, ചില കാര്യം പറയാൻ പാടില്ല, ഇന്നതേ പറയാൻ പാടില്ല, അവർ പറയണൊക്കെ കേൾക്കണമെന്നുള്ള കോൺട്രാക്ട് ഒക്കെ ഉണ്ടാവും. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞ ഇത് കോടതിയൊന്നുമല്ല. ആ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ല ഫൈൻ അടക്കേണ്ടി വരുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അല്ലാണ്ട് വേറെ ഒരു തേങ്ങയും ചെയ്യാനില്ല. അല്ലെങ്കിൽ അവരുടെ മറ്റേ ഇനി അങ്ങോട്ടേക്ക് ഉള്ള ഫ്യൂച്ചറിൽ അവരുടെ സഹകരണം ഉണ്ടാവില്ലായിരിക്കാം. അപ്പം ഇതാരെ ബാധിക്കണത്? മറ്റേ ഇവരെ എക്കാലം വേണം, അല്ലെങ്കിൽ ഇവരുടെ ഇതിൽ നിന്നുള്ള ഫെയിം വേണം, അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി നിലനിന്ന് പോകണം. ഇങ്ങനെയുള്ള ആൾക്കാരെ അതിൻ്റെ പുറകെ പോകുള്ളൂ. അല്ലാത്തവന് കോൺട്രാക്റ്റും ഇല്ല, ഒരു തേങ്ങയില്ല. അവൻ എന്ത് കോൺട്രാക്ട് വെച്ചാലും ശരി, അത് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ പറയും. ഇപ്പോൾ അഖിൽ മാരാരും എന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റോബിൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ റോബിൻ പറഞ്ഞ രീതി കൊണ്ടാണോ എന്നറിയില്ല, കുറേ പേർക്ക് അത് അന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോബിൻ അന്യായ രീതിയിൽ ട്രോളും ഏറ്റവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റോബിൻ പറഞ്ഞ കാര്യം എടുത്തിട്ടുണ്ടായില്ല. ഇപ്പം അഖിൽ മാരാര് വന്ന് പറഞ്ഞപ്പോഴേക്കും റോബിൻ പറഞ്ഞത് ശരിയായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് ഇപ്പം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി മലയാളീസിൻ്റെ കേസിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം വന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും ചവിട്ടി വായടപ്പിക്കുക, അല്ലെങ്കിൽ അയാളെ മണ്ണിൽ കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ അയാളെ അതായത് ഉള്ള കാര്യമെന്ന് പറയാനോ മണ്ടാതെ വിളിക്കുന്ന കുറേ പോഴന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജനവിഭാഗം സോഷ്യൽ മീഡിയയിൽ മണ്ടത്തരം കണ്ട് കൈയടിക്കുകയും ന്യായമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുമ്പോഴേക്കും അവരുടെ വാവത്താൻ ശ്രമിക്കുന്ന കുറേ പോഴന്മാരിവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ ഒന്നുകൂടി ചിന്തിച്ച് നോക്കി. ഈ പറഞ്ഞവർ ആ ബിഗ് ബോസിൽ പോയി അവിടെ ആ ഷോയിൽ പങ്കെടുത്ത് അതിനുശേഷം വന്നിട്ട് കോൺട്രാക്റ്റിന് ശേഷം കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ്. അപ്പോൾ അവരെക്കാൾ നന്നായിട്ട് നിങ്ങൾ ഈ ഷോ കാണുന്നവർക്ക് വല്ലതും അറിയാൻ പറ്റുമോ? ഇല്ലല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പെട്ടിക്കുള്ളിൽ ഇപ്പോൾ മൊബൈൽ ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനത്തിലിരുന്ന് കാണുന്നവർ മാത്രമല്ലേ. ഇവരവിടെ പോയി ഇതെല്ലാം കണ്ടിട്ട് വന്നേക്കണവരാ. അവർ പറയുന്നത് എടുക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് വെറുതെ ഒന്നും അറിയാതെ അഭിപ്രായം പറയാമെന്ന് എടുക്കണോ? ഇതിൽ ഏതാണ് എടുക്കേണ്ടത്? ഞാൻ എന്തായാലും അവർ പറയുന്ന അഭിപ്രായം എടുക്കുള്ളൂ. കാരണം അവരാണ് എക്സ്പീരിയൻസ് ഉള്ളവർ അതിൽ പോയിട്ടുള്ളത്. അപ്പം ആ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് കേട്ടെന്ന് വെച്ച് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അവർ പറയുന്നത് ആയിരിക്കും കാമ്പും കാര്യം ഉള്ളത്. അതും അവർ പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്ര നാൾ പറയായിരുന്നു? കുറേ മണ്ടന്മാരുണ്ട്. എന്താ നേരത്തെ പറയാം, എടേ നീ കോൺട്രാക്ട് സൈൻ ചെയ്ത് നിന്റെ വായടപ്പിച്ച് വെച്ച സമയത്ത് നിനക്ക് വാതുറക്കാൻ പറ്റൂല, അതിനോട് ഒരു വലിയൊരു ഫൈൻ അടിച്ച് തരും എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതൊക്കെ ഒന്ന് ആലോചിക്കും, ബുദ്ധി ഉപയോഗിച്ച് ആലോചിക്കുക. അയാളെന്താ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ചിലക്കാൻ പാ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ആൾക്കാരുണ്ട്, കുറെ വിവരദോഷികൾ. എനിക്ക് ഈ ഷോ കാണുമ്പോൾ ഞാനൊരു പൊട്ടനാവുന്ന അവസ്ഥയാണ്. ഇപ്പം അത്രയും ശോകമായിട്ടാണ് ഈ പെയർ ചെയ്ത് വരുന്ന സാധനങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം ഇത് ഒരു രീതിയിലും എനിക്ക് ഒരു റിയാലിറ്റി ഷോ ആയിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ ഉള്ളത്? എന്താണ് ഈ ഷോയിനകത്ത് റിയാലിറ്റി എന്ന് പറഞ്ഞ സാധനമുള്ള? ഇത് റിയാലിറ്റി ഗെയിം ഷോ എന്ന് പറഞ്ഞു. ഓക്കെ, ഗെയിം ഷോ ഐ ആക്സെപ്റ്റ്. ഇതിൽ എന്തുകൊണ്ടാണ് റിയാലിറ്റി ഉള്ളത്? റിയാലിറ്റിയിലുള്ള എന്ത് തേങ്ങ എനിക്ക് തോന്നുന്നുള്ളത് റിയാലിറ്റി ഷോ ആയിട്ട്. കാരണം അതിന് എൻ്റെതായ റീസൺസ് ഉണ്ട്. എനിക്ക് കണ്ടിട്ട് ഇത് റിയാലിറ്റി ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ TV പ്രോഗ്രാംസിലുള്ള ഒരു റിയാലിറ്റി ഷോ എനിക്ക് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം പലപ്പോഴും പല അവസരങ്ങളിലും എനിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടും അർഹിക്കാത്തവർക്ക് പലപ്പോഴും കപ്പ് കിട്ടുന്നതായിട്ടൊക്കെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അഖിൽമാരാര് വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കത് ഉറപ്പായി. ചില ഇടങ്ങളിൽ നിവർത്തിയില്ലാതെ പലർക്കും കപ്പ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെ ഇതൊക്കെയാണ്. ഇതിനു മുന്നേ എൻ്റെ വളരെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളായിരുന്നവർ
ഇതിലേക്ക് ക്ഷണം കിട്ടിയപ്പോൾ അവർ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും അവരുടെ പരിചയത്തിലുള്ളവർ ഈ ഇതിലുള്ള അടിസ്ഥാനത്തിൽ വന്ന് എൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം എല്ലാ കാര്യവും കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു 100% എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ആ ഫസ്റ്റ് സീസണൊക്കെ എന്ത് രസമായിരുന്നു ആ സീനൊക്കെ. അറ്റ്ലീസ്റ്റ് അത് സ്ക്രിപ്റ്റഡ് ആയിക്കോട്ടെ എല്ലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ജനങ്ങൾക്ക് ഇത് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. ഇത് അസഹനീയം. സീസൺ 6 കാര്യം പറയാന്ന് കഴിഞ്ഞാൽ അത്രയും സുഖം വെറുതെ അല്ല. അഖിൽമാരാർ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് 5 സീസൺസ് ഡയറക്റ്റ് ചെയ്ത ഷോ ഡയറക്ടർ ഇതിൽ നിന്ന് പോയി, എന്താണ് ഇതിനകത്തുള്ള വേറെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീനെയൊക്കെ പ്രൊഡക്ഷൻ ആരുമായിട്ടുള്ള അവരൊക്കെ ഇതിനകത്ത് പിരിച്ചു വിട്ടുന്നൊക്കെ. എൻ്റെ പൊന്നോ, അത് കാണാനുണ്ട്. ഇതിനകത്ത് പുതിയ ആൾക്കാർ വന്നിട്ട് അജണ്ട രീതിയിൽ ഈ സാധനം ചെയ്യുന്നത് അറിയാനുണ്ട്. കാരണം ഞാൻ വേറെ ഒരു ഷോ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത വേറൊരു ഷോ ഞാൻ കണ്ടിട്ടില്ല. കാരണം അതായത് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എന്താണ് ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയുന്നവരുടെ ആ ഫീഡ്ബാക്സ് ഒക്കെ വായിച്ചു നോക്കി നമുക്കിപ്പോൾ എളുപ്പമാണ്. ജെന്യൂൻ അഭിപ്രായം ഏതാണ്, ഈ മറ്റേ കാശ് കൊടുത്ത് എഴുതിപ്പിക്കുന്നവന് ഏതാണെന്നൊക്കെ തിരിച്ചറിയാൻ ഭയങ്കര എളുപ്പമാണ്. അവരുടെ ഒരു പാറ്റേൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ജെന്യൂൻ അഭിപ്രായത്തിൻ്റെ ഒരു കാര്യം. എസ്പെഷ്യലി എനിക്കൊക്കെ അത് പെട്ടെന്ന് ഫീൽ ആവട്ടോ, ആരാണ് ജെന്യൂൻ ആയിട്ട് അഭിപ്രായം പറഞ്ഞാൽ, ആരാണ് പൈസ മേടിച്ച് അല്ലെങ്കിൽ അജണ്ടപൂർവ്വമായിട്ട് കമൻറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ ഈ പണി ചെയ്യാൻ തുടങ്ങിയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതുകൊണ്ട് നമുക്ക് വരുന്ന കമൻസ് വരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ആരാണ് തൊഴിലാളിയായിട്ട് കമൻറ്റ് ഇടുന്നത്, ആരാണ് ജെന്യൂനായിട്ട് കമൻറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ ഒരു ക്രിയേറ്റർ ആയിരിക്കും വളരെ എളുപ്പമാണ്. വീഡിയോ ക്രിയേറ്റേഷനല്ലേ ഞാൻ ചെയ്യുന്ന കുറേ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര എളുപ്പമായിട്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ചിലവർ പറഞ്ഞു കേട്ടായിരുന്നു, ഇപ്പോൾ റോബിൻ്റെ ലൈവ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ റോബിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഈ കമൻറ്റ് സെക്ഷൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ വിചാരിച്ചാൽ കരിയർ ഇല്ലാണ്ടാക്കാൻ പറ്റും മറ്റോ മറിച്ചോ നോക്കാം. ഞാനതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല. കാരണം ഇതൊക്കെ എന്നെ ബാധിക്കും. അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്താണ് തലയിലേക്ക് എടുത്ത് വെച്ചാലേ കുഴപ്പമുള്ളൂ. അവൻ പട്ടി കിടന്ന് കുറയ്ക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ ചെയ്യണത് നമ്മൾ ചെയ്തു പോകും. ഇവിടെ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ആൾക്കാരെയൊക്കെ എന്താ ഇൻഡസ്ട്രിയിൽ തന്നെ നശിപ്പിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. നടക്കുമോ? കഴിവുള്ളവൻ കയറിപ്പോവും. കഴിവ് എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളവൻ ഏത് ഇൻഡസ്ട്രിയിലും കയറിപ്പോവും. അവന് ശരിയാണ് കുറേ സ്ഥലത്ത് എന്താണ് ഹേർഡിൽസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ കഴിവുള്ളിടത്തോളം കാലം അത്യാവശ്യം ആള് കയറി തന്നെ പോയിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഏത് ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കിക്കോ അതുണ്ട്. പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മേഖലയിലും പൊളിറ്റിക്സും ഗ്രീഡും അസൂയയും എന്താണ് അങ്ങനെ എന്താ പറയുക ഡിക്റ്റേറ്റർഷിപ്പായിട്ടുള്ള സ്വഭാവമുള്ളവർ എല്ലാ തലത്തിലും ഉണ്ട്. അവരെ ഒന്നും പറഞ്ഞ് നന്നാക്കാനോ അവനൊന്നും നന്നാവാനും പോണില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാന്നുള്ള പരിപാടി വ്യൂവേഴ്സായിട്ടുള്ള നമ്മൾ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ പരിപാടികളുടെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യൂവേഴ്സാണ്. നമ്മൾ ഈ സാധനം കാണുന്നില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നിർത്തേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ വ്യൂവേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ പരിപാടികളുടെ എന്താണ് എനർജി എന്ന് പറയുന്നത്. വ്യൂവർഷിപ്പ് ഇല്ലെങ്കിൽ ഇവരൊന്നുമല്ല. പിന്നെ ഇത് ഇപ്പോഴത്തെ ഒരു രീതി. പണ്ടായിരുന്നെങ്കിൽ കാണാൻ ആരും ഇല്ലെങ്കിൽ പരിപാടി കൂട്ടിപ്പോയി. ഇപ്പം അതല്ല, ഇപ്പം കാണാൻ ആളുണ്ട്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എന്നെ പോലെ തന്നെ ഈ പരിപാടി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ഇടുന്നവരുണ്ട്. ഈ ഇതിനെക്കുറിച്ച് ചർച്ചാ വിഷയം ആക്കി ഇതിനെപ്പറ്റി കോണ്ടന്റ് ഇടുന്നുണ്ട്. അപ്പോൾ കോണ്ടന്റിന് വേണ്ടി കാണുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. ഞാൻ ഓണസ്റ്റായിട്ട് പറയുന്നതാണ്, ഞാൻ ഈ പരിപാടി കാണുന്നത് കോണ്ടന്റിന് വേണ്ടി മാത്രമാണ്. എനിക്ക് എന്താണ് ഇതിൽ നിന്ന് ലാഭമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് ഇതൊരു ആസ്വാദന രീതിയിലുള്ള പരിപാടിയായിട്ട് ഞാൻ ഇതിനെ ഇതുവരെ കരുതിയിട്ടില്ല. കാരണം ഇതിൻ്റെ ആസ്വാദനത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടോക്സിസിറ്റി ഉണ്ടെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. പിന്നെ നമ്മളിത് കാണുന്നത് എനിക്ക് ഗുണമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യില്ല. എനിക്കിത് ഗുണമുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിലൊരു മാന്യത കാണിക്കാം. പറയുന്ന കാര്യം വൃത്തിയായിട്ട് ഓണസ്റ്റായിട്ട് പറയാം. അത് ഞാൻ ചെയ്യുന്നു. ഞാൻ ഈ പരിപാടി കണ്ടിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു, ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മനസ്സിലായി? അത്രേ ഉള്ളൂ. ഈവൻ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരും ഒക്കെ കൂടുതൽ പേരും സോഷ്യൽ മീഡിയ കാണുന്നത്. കാരണം ഇപ്പോൾ ഈ TV പരിപാടികൾ എടുത്ത് നോക്കിക്കോ, ഈ കണ്ട സിനിമയുടെ കേസൊക്കെ എടുത്ത് നോക്കിക്കോ, എല്ലായിടത്തും അവർ ഒരു കൺട്രോൾഡ് എൻവയൺമെൻ്റ് ആണ്. അവരെല്ലാ കാര്യത്തിലും കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ആ കൺട്രോൾ ഇല്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എന്ത് സംഭവത്തെ പറ്റി എന്തും വന്ന് പറയാം ഒക്കെ ചെയ്യാം. അതുകൊണ്ട് ഫ്രീഡം കൂടുതലുള്ളതുകൊണ്ട് ആൾക്കാർ ഇവിടെ വന്ന് ആർമാദിക്കുന്നതാണ്.
മറ്റേ സ്ഥലത്ത് കോൺട്രാക്റ്റ്, ക്ലോസ്, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇൻവോൾവ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിൽ വരുന്ന ആൾക്കാരോ ഗെയിമേഴ്സോ എന്തോ ആയിക്കോട്ടെ, അവർക്കാർക്കും ഒരു പരിധി വിട്ടൊന്നും പറയാൻ പറ്റില്ല. യൂട്യൂബിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് മാക്സിമം ആൾക്കാർക്ക് എന്ത് കാര്യത്തിനെ പറ്റി അവിടെ ഡിസ്കസ് ചെയ്യുക, പറയാം, ആരെക്കുറിച്ച് ആർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അങ്ങനത്തെ രീതിയാണ്. പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇവിടെ ഓഡിയൻസ് ഇപ്പോൾ കൂടുതലുള്ളത്. അത് മാത്രമല്ല, ഈ യൂട്യൂബിൽ സംബന്ധിച്ച് ഇഷ്ടം പോലെ കോണ്ടന്റ് ഉണ്ട്. ഒരു സാധനം ഇഷ്ടപ്പെല്ലെങ്കിൽ ഇഷ്ടം പോലെ വേറെ കാണാനുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട് പണ്ടത്തെ അപേക്ഷിച്ച്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ ഇന്ത്യ എമ്പാടും അല്ലെങ്കിൽ ലോകമെമ്പാടും TV ചാനൽസ് നിർത്തലാക്കണമെന്ന് പറഞ്ഞാൽ ആർക്കൊരു വിഷയമല്ല. എന്ത് ടി വി ഓണെങ്കിൽ പോട്ടെ, റേഡിയോ ഓണെങ്കിൽ പോട്ടെ, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ മറ്റേ ഇതിൽ കണ്ടോളാം. ഇതായി. കാരണം ഇപ്പം പണ്ടത്തെ പോലെ മറ്റേ TV വേണം, TV ചാനൽസ് വേണം, ഇന്നത് കാണാനൊന്നുമില്ല. ഇപ്പോൾ OTT ഉണ്ട്. TV വരുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും OTT വരുന്നുണ്ട്. ആൾക്കാർക്ക് ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. TV വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായ? അപ്പോൾ അങ്ങനെ കുറേ സംസാരിക്കാൻ പോയ ഇതിൽ നിന്നൊക്കെ വിട്ടുപോകും. ഒരുപാട് സാധനങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ദിസ് ഈസ് എ വേസ്റ്റ് സീസൺ എവർ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത്രയും കണ്ടെടുത്തോളം അത്രയും പെത്തറ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു, ഇപ്പം അത് കുറച്ചും കൂടി എനിക്ക് ഉറപ്പായി. കാരണം എന്നെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം ഇപ്പം കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് അങ്ങനെ വരാത്ത. കാരണം അത്രയും ഇത് കണ്ടാലല്ലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിരിക്കാൻ പറ്റണ്ടേ, എല്ലാ ദിവസം എന്നാലും ഇത് കാണുക. ഇതിനെപ്പറ്റി അഭിപ്രായം പറയാം. ഇപ്പോൾ ഒരു സിനിമയെ പറ്റി അഭിപ്രായം പറഞ്ഞെങ്കിൽ സിനിമ മൊത്തം കണ്ടാലേ അഭിപ്രായം പറ്റുള്ളൂ. ഞാനിപ്പോൾ ലൈവ് കാണുന്ന പരിപാടി ഞാൻ ഒരു പരിധി വരെ നിർത്തി. കാരണം അത്രയും ശോകം, കണ്ടിരിക്കാൻ പറ്റില്ല, വൻ ശോകം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എപ്പിസോഡ്സ് എല്ലാം, ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഞാൻ കണ്ട്. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഈ അഭിപ്രായം പറയുന്നത്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സീസണാണ് ഇപ്പോൾ ഇത്. അത്രയും കച്ചറ ഒരു സീസൺ എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലിടുക. എനിക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ സീസൺ ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ജാസ്മിനോ ഗബ്രിയോ പറ്റിയ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ എങ്കിലുമൊക്കെ കുറേ നന്നാവും. കാരണം ഇതുങ്ങളെ കണ്ട് മടുത്ത് ആസ് ഗെയിമേഴ്സ് ഇവർ രണ്ടുപേരും വൻ വെറുപ്പിക്കില്ല. ഞാൻ ഇവരെ പറ്റി പറയുന്ന ഓരോ കാര്യം പേഴ്സണൽ ലെവലിലല്ല, ഗെയിമേഴ്സ് എന്നുള്ള ബിഗ് ബോസ് എന്നുള്ള റിയാലിറ്റി എന്നുള്ള വാക്കേ ഞാൻ ഉപയോഗിക്കാനുള്ള, ബിഗ് ബോസ് എന്നുള്ള ഗെയിം ഷോയിൽ ഉള്ള ഈ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായത്തിൽ പെത്തറ്റിക്കാണ്, കണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും വെറുപ്പിക്കൽ പ്രോ മാക്സ് അൾട്രാ ദുരന്തങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് അത്രയും വേർതിരിക്കുന്നത്. ഇന്നലത്തെ എലിമിനേഷൻ വന്നപ്പോൾ ആ അഭിഷേക് പോണതിന് പകരം ആ ജാസ്മിൻ ആ ഡോറും തുറന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഭയങ്കര ആശ്വാസമായിരുന്നു ഞാൻ. ഇതാണ് എൻ്റെ വീട്ടിലുള്ളവരുടെ അഭിപ്രായം. ഇത് ഒരെണ്ണമെങ്കിലും പോയിരുന്നെങ്കിൽ അത്രയും സന്തോഷം എന്നുള്ളതായിരുന്നു. പക്ഷെ വീണ്ടും ഞാൻ പറയണം, ഈ ഷോ പക്ക സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ആയിരിക്കും ഇതിൻ്റെ വിജയി. അങ്ങനെ ആവരുത് എന്ന് ആഗ്രഹമുണ്ട്. കാരണം ഷീ ഡസൻ ഡിസേർവ് ഇറ്റ് എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്രയും പ്രേക്ഷകരെ വെറുപ്പിച്ചിട്ട് ഇത്രയും വെറുപ്പീരായിട്ടുള്ള ഒരാൾ ഇതിൻ്റെ വിന്നറാവുകയാണെങ്കിൽ വൻ ശോകമായിരിക്കും. ഇതൊക്കെ കൂടാണ്ട് ഞാൻ ആലോചിച്ച കാര്യമുണ്ട്, ഈ ജാസ്മിൻ്റെ വീട്ടുകാർ ഇവരെങ്ങനെ ഇത് കണ്ടിരിക്കണം. ഓൾറെഡി ആളുടെ ഇപ്പെക്സ് എന്ന് പറയാം, കല്യാണം കഴിക്കാതിരുന്ന വെച്ചാൽ ആള് കല്യാണം വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സാമാന്യ ഇതൊക്കെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇതൊക്കെ കണ്ട് അവർ വിഷമിക്കേണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. കാരണം അതുപോലുള്ള ചേഷ്ടകളും വർത്താനമാണ് ഈ പെൺകുട്ടി അതിനകത്ത് പറയുന്നത്. എന്ത് ഗെയിം ആയിക്കോട്ടെ, എന്തൊക്കെയാണ് പറയണത്, എന്തൊക്കെയാണ് ചെയ്യണത്. ഗബ്രി അവിടെ മറ്റേ ആർമാദിക്കാണ്. അവനെന്ത് തേങ്ങ. ജാസ്മിൻ പിന്നെ ഒരു കാര്യം മറക്കുന്നു, ഇത് കേരളത്തിലുള്ള ആളാണ്, നിങ്ങൾ പ്രേക്ഷകർ കേരളക്കാരാണെന്നുള്ള കാര്യം മറക്കുന്നു. കാരണം അത്തരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പുരോഗമന സെറ്റപ്പിലേക്ക് ഇപ്പോഴും കേരളം വന്നിട്ടൊന്നുമില്ല. പുറത്തിറങ്ങുമ്പോൾ നല്ല രസമായിരിക്കും. ഇതുപോലെ അമേരിക്ക വേറെ എവിടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നിങ്ങളിനി കിടക്കണുള്ളൂ. ഇത് കപ്പടിച്ച് വന്നിട്ട് കപ്പ് കിട്ടാൻ പോണത് നിങ്ങൾക്ക് തന്നെയാണ്. പുറത്തിറങ്ങുമ്പോൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ചില സമയത്ത് സങ്കടമൊന്നും തോന്നല്ല. കാരണം വെച്ചാൽ ഇത് പുള്ളിക്കാരി വരുത്തി വെച്ചത് തന്നെയാണ്, 2 കൂടി വരുത്തി വെച്ചതാണ്. പക്ഷെ എത്രയും വേഗം പുറത്തിറങ്ങി പോകുന്നോ അത്രത്തോളം കുറവ് മോശാവസ്ഥയിലേക്ക് വരാതിരിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു നിഗമനം, ഇത്രയും കണ്ടെടുത്തോളം. കാരണം പോകും തോറും ആൾക്കാരുടെ വെറുപ്പും ഒക്കെ കൂടിക്കൊണ്ടി വരത്തേ ഉള്ളൂ. കാരണം അത്രയും വെറുപ്പിക്കലാണ്, അത്രയും വെറുപ്പിക്കൽ. അമ്മാതിരി വെറുപ്പിക്കില്ല. ഇത് 2 ഷോ ഇത് പോയി കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും എടുക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്.
അത് ഇവരുടെ ഈ ചേഷ്ടകൾ കാരണം വെച്ചാൽ അത്രയും വെറുപ്പിക്കല്. ഇപ്പം ഞാനും സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ്. പക്ഷേ എൻ്റെ അളിയ ഇതൊന്നും അല്ല സ്നേഹം. ഇത് 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 PDA ലെവൽ 1000 ആണ്. അതും വെറുപ്പിക്കൽ ലെവൽ. ഇത്ര ഇതിൽ പറയാനുള്ള ഇനി ഓൾറെഡി എനിക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ എനിക്ക് നല്ലതൊന്നും അങ്ങനെ പറയാൻ കിട്ടണോ, അങ്ങനത്തെ അവസ്ഥയാണ്. നല്ലൊരു പ്ലെയർ ആയിരുന്നു സിബിൻ്റെ കുറേ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കണം. പക്ഷേ അറ്റ്ലീസ്റ്റ് സിബിൻ ഉണ്ടായിരുന്നപ്പോൾ ആ വീട്ടിലൊരു ഓളം ഉണ്ടായിരുന്നു. അത് കണ്ടിരിക്കാൻ പറ്റുമായിരുന്നു ആ ഷോ. ഇപ്പം ഈ ഷോ കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ രതീശൻ ഉണ്ടാകുന്ന കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ കണ്ടറിയാം. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ രണ്ടെണ്ണങ്ങളെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കളയാണ്ട് ഈ ഷോ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നണില്ല. ഏറ്റവും വേസ്റ്റ് സീസൺ എന്നുള്ളൊരു ടാഗ് എന്തായാലും എന്തൊക്കെ ചെയ്താലും മാറാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 50 ദിവസമായിട്ട് മാറിയിട്ടില്ല. ഇനി എവിടെ മാറാൻ? ഇതിൻ്റെ ആൾക്കാർ, അണിയറ പ്രവർത്തകർ, സോഷ്യൽ മീഡിയ വരുന്ന ഫീഡ്ബാക്സ് ജെന്യുവിനായിട്ട് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ രീതിയിൽ മാറ്റം വരുത്തുക. അല്ലെങ്കിൽ ജനങ്ങൾ പറയണത് കേൾക്ക്, കാതോർക്ക്. അത് അവർ പറയുന്ന ഫീഡ്ബാക്സ് എടുക്കുക. അല്ലാണ്ട് ജനങ്ങളെ വെറുപ്പിക്കല്ലേ. ഇത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സീസൺ മാത്രം കൈകാര്യം ചെയ്യുന്നവരാവും. എൻഡോമോൾ ഷൈനും ഏഷ്യാനെറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വലിയ തൊല്ലയായി മാറും നിങ്ങളീ കാണിച്ചു കൂട്ടുന്നത്. കാരണം ഇത്രയും വെറുപ്പ് സമ്പാദിച്ച് അടുത്ത സീസണിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. കാരണം ഈ പരിപാടി കുളം തോണ്ടി നശിപ്പിച്ച് പോകാനുള്ള പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു. പക്ഷേ ഈ ലെവലിലാണ് പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സീസൺ ആൾക്കാർ കാണാൻ ഇതിൻ്റെ പാതി പോലും ഉണ്ടാവില്ല ചിലപ്പോൾ. കാരണം അത്രയും വെറുത്തിരിക്കുന്നതാണ്. ഡെഫിനറ്റ്ലി ഈ പോക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി കാണുന്ന പരിപാടി തന്നെ ആൾക്കാർ നിർത്തും. അതും കൂടെ എടുത്തു പറയുന്നു. ഐ ഹാവ് നത്തിങ് അഗെയിൻസ്റ്റ് ദ ഷോ ഓർ ഏഷ്യാനെറ്റ് ഓർ എനിത്തിങ്. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളയുന്ന പോലെയാണ് ഈ പരിപാടിയുടെ ഇപ്പോഴത്തെ ഒരു ട്രാക്ക് പോക്ക്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള. ഐ ഫീൽ ദിസ് ഇസ് പത്തറ്റിക്, ദ വേഴ്സ്റ്റ് സീസൺ എവർ. അത്ര പറയാനുള്ളൂ.